9ാം ക്ലാസ്സിലെ കായിക വിദ്യാഭ്യാസത്തിൽ നിന്നും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, എന്താണ് പിരിമുറുക്കം അല്ലെങ്കിൽ സമ്മർദ്ദം? ഉത്തരം, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നോ ആവശ്യങ്ങൾ തൃപ്തികരമായി നിറവേറ്റാൻ സാധിക്കാതെ വരുമ്പോഴോ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ അവസ്ഥയാണ് സമ്മർദ്ദം അഥവാ പിരിമുറുക്കം. രണ്ടാമത്തെ ചോദ്യം, ഇമേജറി ടെക്നിക് എന്നാൽ എന്ത്? ഉത്തരം, ഏതെങ്കിലും ഒരു വസ്തുവിനെ, സംഭവത്തെ അഥവാ നടന്ന കാര്യത്തെ മനസ്സിൽ കണ്ടും കേട്ടും രുചിച്ചും മണത്തും രൂപപ്പെടുത്തുവാനുള്ള കഴിവിനെയാണ് ഇമേജറി ടെക്നിക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇമേജറി ടെക്നിക്കിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? ഉത്തരം, ഇതിലൂടെ നിങ്ങൾക്ക് അടിസ്ഥാന ശേഷികൾ വർദ്ധിപ്പിക്കുവാനും മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാനും സാധിക്കുന്നു. നാലാമത്തെ ചോദ്യം, ഇമേജറി ടെക്നിക് എത്ര വിധമുണ്ട്, അവ ഏതെല്ലാം? ഉത്തരം, ഇമേജറി ടെക്നിക് 5 വിധമാണുള്ളത്. അവ വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി, ഓൾഫാക്ടറി ഇമേജറി, ടാക്ടൈൽ ഇമേജറി, ഗസ്റ്റേറ്ററി ഇമേജറി എന്നിവയാണ്. അഞ്ചാമത്തെ ചോദ്യം, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന 4 വിഷാംശങ്ങളുടെ പേരെഴുതുക. ഉത്തരം, ടാർ, നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ്, ബെൻസീൻ, ആർസനിക് എന്നിവയാണ്. ആറാമത്തെ ചോദ്യം, വിവിധ കളികളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ജീവിത മൂല്യങ്ങൾ എന്തെല്ലാം? ഉത്തരം, നിരീക്ഷണ പാഠവും സഹവർത്തിത്വം, സാമൂഹിക ബോധം, സൗഹൃദം, ആത്മവിശ്വാസം, സഹകരണ മനോഭാവം, വിജയപരാജയങ്ങളെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്, നേതൃപാഠവും. ഏഴാമത്തെ ചോദ്യം, ആരോഗ്യപൂർണമായ പ്രായമേറലിന് തടസ്സം നിൽക്കുന്ന ജീവിത രീതികൾ എന്തെല്ലാം? ഉത്തരം, അമിതമായ ഭക്ഷണം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, വ്യായാമക്കുറവ്, മാനസിക പിരിമുറുക്കം. എട്ടാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം, ഇവ ഉപയോഗിക്കുമ്പോൾ മതിയായ വെളിച്ചം ഉറപ്പുവരുത്തേണ്ടതാണ്. മൊബൈൽ ഫോൺ കണ്ണിൽ നിന്നും കുറഞ്ഞത് 16 ഇഞ്ച് അകലെ വെച്ച് വേണം കാണാൻ. തുടർച്ചയായി സ്ക്രീനിൽ നോക്കുന്നതും സംസാരിക്കുന്നതും പാട്ട് കേൾക്കുന്നതും ഒഴിവാക്കുക. കണ്ണുകൾ ഇടവിട്ട് ചിമ്മുക. ശരീര സംസ്ഥിതി പാലിച്ചുകൊണ്ട് വേണം ഇവ നോക്കുവാൻ. 9ാമത്തെ ചോദ്യം, സ്ഥിരമായി സൈക്ലിംഗ് പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം? ഉത്തരം, ഹൃദയക്ഷമത വർദ്ധിക്കുന്നു, അയവ്, പേശീബലം എന്നിവ വർദ്ധിക്കുന്നു, സന്ധികളുടെ ചലനം ത്വരിതപ്പെടുത്തുന്നു, മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നു, എല്ലുകൾ ബലപ്പെടുത്തുന്നു, ശരീരത്തിലുള്ള കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു, ശരീര ഏകോപനത്തിന് സഹായിക്കുന്നു. 10ാമത്തെ ചോദ്യം, സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. ഉത്തരം, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൃത്യമായ ദിനചര്യയും സമയക്രമവും പാലിക്കുക. ശരിയായ രീതിയിലുള്ള വ്യായാമത്തിൽ ദിവസേന ഏർപ്പെടുക. ശരിയായ രീതിയിലുള്ള അളവിലും ഉള്ള വിശ്രമവും ഉറക്കവും ഉറപ്പാക്കുക. മദ്യപാനം, പുകവലി, മറ്റും ലഹരി പദാർത്ഥങ്ങൾ എന്നിവ ഉപയോഗിക്കാതെ ഇരിക്കുക. 11ാമത്തെ ചോദ്യം, യോഗ പരിശീലിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 4 കാര്യങ്ങൾ എഴുതുക. ഉത്തരം, യോഗാസനം ചെയ്യുമ്പോൾ നിലത്ത് കട്ടിയുള്ള ഷീറ്റ് അല്ലെങ്കിൽ ഫ്ലോർ മാറ്റി വിരിക്കുക. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം യോഗ ചെയ്യുക. സന്ധികൾക്ക് വഴക്കം കിട്ടുന്ന ചെറിയ വ്യായാമങ്ങൾക്ക് ശേഷം യോഗാസനം തുടങ്ങുന്നതാണ് ഉത്തമം. തുടക്കത്തിൽ യോഗ പരിശീലകന്റെ കീഴിൽ യോഗ അഭ്യസിക്കുക. രാവിലെയോ വൈകുന്നേരമോ ഭക്ഷണത്തിന് മുമ്പായി യോഗ ചെയ്യുന്നതാണ് നല്ലത്. പ്രായത്തിനനുസരിച്ചും കഴിവിനനുസരിച്ചും ഇണങ്ങുന്നതുമായ യോഗാസനങ്ങൾ സ്വീകരിക്കുക. 12ാമത്തെ ചോദ്യം, ശരീര അയവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ശരീരത്തിന് ലഭ്യമാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം? ഉത്തരം, ശരീരത്തിന്റെ ബാലൻസ്, ഏകോപനം, അയവ് ഇവ വർദ്ധിക്കുന്നു. സന്ധികളുടെ അയവ് വർദ്ധിക്കുന്നതോടെ ശരീര വേഗത കൈവരിക്കാൻ സാധിക്കുന്നു. രക്തസഞ്ചാരം സുഗമമാക്കുന്നു. പരിക്കുകളിൽ നിന്ന് വേഗം മോചനം നേടാൻ സാധിക്കുന്നു. 13ാമത്തെ ചോദ്യം, നീന്തൽ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ? ഉത്തരം, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ ആവശ്യമായ മുൻകരുതലോടുകൂടി മാത്രമേ നീന്തൽ പരിശീലിക്കാൻ പാടുകയുള്ളൂ. ലൈഫ് ഗാർഡ്, സുരക്ഷാ ഉപകരണങ്ങൾ ഇവ കരുതിയിരിക്കണം. 14ാമത്തെ ചോദ്യം, നീന്തൽ പരിശീലിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഏവ? ഉത്തരം, ഹൃദയക്ഷമത വർദ്ധിക്കുന്നു, പേശീബലം, അയവ് എന്നിവ വർദ്ധിക്കുന്നു, മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നു, ശരീരത്തിന്റെ അയവ് വർദ്ധിക്കുന്നു, സംയോജിതമായ ചലനം, സന്തുലനം, മികച്ച ശാരീരിക സ്ഥിതി ഇവ വർദ്ധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം, കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെയും അമിത ഉപയോഗം മൂലം മാനസിക സമ്മർദ്ദം, ഉന്മേഷമില്ലായ്മ, കാഴ്ചയിൽ അവ്യക്തത, തലവേദന, പുറംവേദന, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇവയുടെ തുടർച്ചയായ ഉപയോഗം മൂലം കണ്ണുകൾക്ക് സമ്മർദ്ദം ഏൽക്കുകയും കാഴ്ചയിൽ അവ്യക്തത ഉണ്ടാവുകയും ചെയ്യുന്നു. കണ്ണുകൾ വരണ്ടതായി തീരുകയും ചെയ്യുന്നു. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ തകരാറാക്കുകയും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്ന റേഡിയേഷൻ പല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കായി അടുത്ത വീഡിയോ കാണുക.